നമ്മുടെ ഫാമിലിയിൽ കഴിഞ്ഞ 15 വർഷമായിട്ടുള്ള വണ്ടിയാണ് ഈ സുസുക്കി റിറ്റ്സ് VDI. ഡീസലാണ്, ഫിയറ്റിൻ്റെ മൾട്ടിജെറ്റ് എഞ്ചിനാണ് ഈ വണ്ടിക്കകത്തുള്ളത്. ഇത് പ്രോപ്പറായിട്ട് ടേക്കൺ കെയർ ഒന്നും ചെയ്തേക്കുന്നൊരു വണ്ടിയല്ല. ആകെ ചെയ്തേക്കുന്നത് സുസുക്കിയിൽ കറക്റ്റായിട്ട് പോയി സർവീസ് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ്. ഇതിനൊരു പ്രോപ്പറായിട്ടുള്ള കാർ വാഷിൽ പോയി വാഷ് ചെയ്യുന്ന ഒരു ഹിസ്റ്ററിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോയ സാധനങ്ങൾ റീകണ്ടീഷൻ ചെയ്തേക്കുന്ന ഹിസ്റ്ററിയോ ഒന്നുമില്ല. പലരും വണ്ടി ഓടിക്കാൻ പഠിച്ചതും ഈ വണ്ടിയിലാണ്. ഇപ്പോഴത്തെ ഈ വണ്ടിയുടെ കണ്ടീഷൻ ഇതാണ്. നമ്മളിതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പയ്യെ ഒന്ന് റീസ്റ്റോർ ചെയ്തെടുക്കാൻ പോവാണ്. പിൻ ടു പിൻ റീസ്റ്റോറേഷൻ ഒന്നുമല്ല, പറ്റീനെ ഇതിനെ ഈ വണ്ടി യൂസ് ചെയ്തതിൻ്റെ പറ്റീനെ ഇതിനകത്ത് കാണിക്കണം എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പുതിയ പാർട്സൊക്കെ ഇട്ട് വേണമെങ്കിൽ ഈ വണ്ടീനെ റീസ്റ്റോർ ചെയ്യാം. മാരുതി ആയതുകൊണ്ട് തന്നെ ഈ പാർട്സ് ഒന്നും വലിയ എക്സ്പെൻസീവ് അല്ല. പക്ഷെ എന്നാലും നമ്മളതൊന്ന് റീപ്ലേസ് ചെയ്യാതെ ആവശ്യമുള്ളതൊക്കെ റീപ്ലേസ് ചെയ്യും. അതല്ലാതെ ഉള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ കാര്യം എടുത്താൽ ഹെഡ്ലൈനറും ഇതുപോലത്തെ സൺഷെയ്ഡൊക്കെ നല്ല രീതിയിൽ ഫംഗസ് ഒക്കെ പോലെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. അത്യാവശ്യമാണെങ്കിൽ മാറാം. ബാക്കി എന്തെങ്കിലുമൊക്കെ ബ്രോക്കൺ ആയിട്ടുള്ള പീസസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് റീപ്ലേസും ചെയ്യാം. ഇപ്പം പഴയ ചേക്കൂടി ഡോളൊക്കെ ഈ വണ്ടിക്കകത്തുണ്ട്. ഫ്ലഡൊക്കെ ഉണ്ടായിരുന്നപ്പം ഒരു പ്രോഡക്റ്റ് പോലെ അവർ ഇറക്കിയതാണ്. നെയ്ത്തുകാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അന്ന് മേടിച്ച് ഉപയോഗിക്കുന്നതാണ് ആ സാധനം. ഇതിൻ്റെ ഡോർ പാഡ്സ് ആണെങ്കിലും അതുപോലെ ഡാഷ്ബോർഡൊക്കെ ആണെങ്കിലും കുറേ ചെളിയും കറകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് ഫിക്സ് ചെയ്യാൻ നോക്കും. മോസ്റ്റ്ലി ഒരു DIY പ്രോജക്റ്റൊക്കെ പോലെ ആയിരിക്കും ചെയ്യുന്നത്. നേരത്തെ കണ്ട ഗിയർ നോബൊക്കെ നമ്മൾ പുതിയത് മേടിച്ചിട്ടും അത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതല്ല ഇപ്പം ഇൻറ്റീരിയർ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം, അതുപോലെ ഫാബ്രിക് സീറ്റ്സ് ഒന്ന് റീകണ്ടീഷൻ ചെയ്യണം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളൊരു ഏതെങ്കിലും നല്ല തേർഡ് പാർട്ടി ആളുകളുടെ ഒരു ഹെൽപ്പ് എടുത്തിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. റീസ്റ്റോറേഷൻ മോസ്റ്റ്ലി ഒരു ഗ്യാരേജിലൊന്നും ആയിരിക്കില്ല. ഡോർ പാഡ്സ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം ചെളിയായിട്ടുണ്ട്. ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അത്യാവശ്യം ഒരു നല്ല സ്റ്റേറ്റിലേക്ക് എത്തുമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ റീസ്റ്റോറേഷൻ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റീസ്റ്റോറേഷൻ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് പാർട്സൊക്കെ ഒന്ന് ബൂട്ട് മൂവ് പോലത്തെ സാധനങ്ങളിൽ നിന്ന് സോഴ്സ് ചെയ്യുക, പിന്നെ കുറച്ച് സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള പാർട്സ് പോയി മേടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം റീപ്ലേസ് ചെയ്യേണ്ട കാര്യങ്ങൾ റീപ്ലേസും ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് സീറ്റിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിക്കുന്നത് ഇതിൻ്റെ എക്സിസ്റ്റിംഗ് വണ്ടിയുടെ ഇൻറ്റീരിയർ ഒന്ന് പ്രോപ്പറായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ മാറേണ്ട സാധനം ഉണ്ടെങ്കിൽ മാറാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എൻജിൻ സൈഡിലേക്കൊന്നും നമുക്കധികം പ്രശ്നങ്ങളൊന്നുമില്ല. ഇത്ര നാളും സുസുക്കിയിൽ തന്നെ സർവീസ് ചെയ്തേക്കുന്നതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് ഒക്കെ അത് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി ഇൻറ്റീരിയർ ഇങ്ങനത്തെ കുറച്ച് പാർട്സ് ബ്രോക്കൺ ആയിട്ടുണ്ട്, ചില ഫീച്ചേഴ്സ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടത്. കോസ്മെറ്റിക്കലി വണ്ടിയിൽ കുറച്ച് തട്ടുമുട്ടും ഒക്കെ ഉണ്ട്. അടുത്ത വർഷം ടെസ്റ്റിങ്ങും ഉണ്ട്. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ലേറ്റർ ഓൺ പയ്യെ ഫിക്സ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ റിറ്റ്സ്. അപ്പം ഇതിൻ്റെ വീഡിയോസ് ഇനി വരുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ബൈ.